യുദ്ധത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് എഴുതിക്കോണം ഈ യുദ്ധത്തിൽ. അപ്പോൾ നിങ്ങൾ 2-3 പോസ്റ്റ് അമേരിക്കയെ അനുകൂലമായിട്ടുള്ളത് ലൈക്ക് ചെയ്തു അല്ലെങ്കിൽ അത് ഷെയർ ചെയ്തു. അപ്പോൾ സോഷ്യൽ മീഡിയ എന്താ ചിന്തിക്കുക? നിങ്ങൾ അമേരിക്ക സപ്പോർട്ടുകാരനാണ്, അതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിനെ കംഫർട്ട് ആക്കണമെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റുകൾ നിങ്ങളുടെ ഫീഡിലേക്ക് വരണം എന്നാണ് സോഷ്യൽ മീഡിയ ചിന്തിക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയ ഇയാളെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാം, അയാളെ ഒന്ന് ബോധവൽക്കരിക്കാം എന്നൊന്ന് കരുതിയിട്ട് സോഷ്യൽ മീഡിയ ഒരിക്കലും വർക്ക് ചെയ്യുന്നില്ല. അത് നമ്മൾ ഇത്തരം സമയങ്ങളിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം, അൽഗോരിതത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ടാർഗറ്റുകൾ, അങ്ങനെ അവർ വർക്ക് ചെയ്യും. നമുക്കറിയാലോ, ഹ്യൂമൻ സൈക്കോളജി ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും കംഫർട്ടാണ് നോക്കുക. അത് മനസ്സിലാക്കാതെ നമ്മൾ ഒരു സൈഡിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മറ്റു പല കാഴ്ചപ്പാടുകളും ലോകത്തിൽ നിന്ന് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില സമയങ്ങളിൽ കംഫർട്ട് അല്ലെങ്കിലും എതിരായിട്ട് ചിന്തിച്ചു നോക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതിനെതിരായിട്ട് ചിന്തിച്ചു നോക്കുക. ഓക്കെ, എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, ഇത് ശരിയല്ലെങ്കിൽ എന്തായിരിക്കും, ഇത് അല്ലെങ്കിൽ ഇതിനോട് എതിരായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്തായിരിക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ വളർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ബ്രെയിനിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പല ആനുകൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം പല കാര്യങ്ങളും നമ്മൾ ഒരു 1-2 പ്രാവശ്യം അതിന് എതിരെ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും റിസ്കുകൾ കുറയും. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിന് കംഫർട്ടുള്ള കാര്യമാണോ? ബ്രെയിനിന് കംഫർട്ടുള്ള കാര്യമല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടുള്ള കാര്യമല്ല.